നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് റാഗിപ്പൊടി കൊണ്ടുള്ള ഇടിയപ്പമാണ്. അതുണ്ടാക്കാനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് റാഗിപ്പൊടി, അരിപ്പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ തിളച്ച വെള്ളം. ആദ്യമായിട്ട് ഒരു ബൗളിലോട്ട് റാഗിപ്പൊടി, അരിപ്പൊടി, ഉപ്പ് എല്ലാം കൂടി യോജിപ്പിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മാവ് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കണം. അതിനുശേഷം സേവനാഴി എടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കുക. മാവ് കുറേശ്ശെയായിട്ട് സേവനാഴിയിലോട്ടിടുക. അതിനുശേഷം എണ്ണ തടവി കൊടുത്ത ഇഡ്ഡലിയുടെ തട്ടിലേക്ക് സേവനാഴിയിൽ നിന്ന് മാവ് പ്രസ് ചെയ്തൊഴിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് ഇത് വേവിച്ചെടുക്കാനാണ്. അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക. നന്നായി തിളച്ചതിന് ശേഷം ഈ മാവ് ഇഡ്ഡലി പാത്രത്തിൽ വച്ച് ഒരു 7-8 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. കുറച്ച് തണുത്തതിന് ശേഷം ഇത് നമുക്ക് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിന് മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരവിയതിട്ട് ഗാർണിഷ് ചെയ്യാം.